ഇല്ല. ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള ആളുകളെ ആക്രമിച്ച് ജീവിക്കണവര് ഈമാനോടെ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കോ? ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പത്രമാധ്യമങ്ങളില് കേരളത്തിലാണെങ്കിലും കേരളത്തിന്റെ അകത്തും പുറത്താണെങ്കിലും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. ജമ്മു കാശ്മീരില് പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രിയപ്പെട്ടവരെ ഭീകരാക്രമണത്തിൽ ഒരുപാട് സാധുക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ വിട പറയുകയുണ്ടായി. അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങൾക്ക് നീ ക്ഷമ നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ നിങ്ങളോട് പറയാ, ഇസ്ലാം സ്നേഹത്തിന്റെ മതമാ, ഇസ്ലാം സന്തോഷത്തിന്റെ മതമാ, ഇസ്ലാം ത്യാഗത്തിന്റെ മതമാ, ഇസ്ലാം പരസ്പര സഹായത്തിന്റെ മതമാ. ഇസ്ലാം ഒരാളെയും എന്റെ പ്രിയപ്പെട്ടവരെ ആക്രമിക്കാൻ പഠിപ്പിക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ മുസ്ലിമാരാ? യഥാർത്ഥ മുസ്ലിമാരാ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ അവന്റെ അവയവങ്ങൾ കൊണ്ടോ ആക്രമിക്കാത്തവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ, ഇന്നലെ ജമ്മു കാശ്മീരില് കുറച്ച് തീവ്രവാദികൾ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ട് നമ്മുടെ ഇന്ത്യയില് ഒരുപാട് പേര് എന്റെ പ്രിയപ്പെട്ടവരെ കൊല ചെയ്യപ്പെടുകയുണ്ടായി. എന്നിട്ട് അവര് പറയുന്നുണ്ട് അവര് മുസ്ലിമീങ്ങളാണ്. ഞാൻ പറയാ, അവര് മുസ്ലിമീങ്ങളല്ല. ഞാൻ പറയാ, അവര് മുസ്ലിമീങ്ങളല്ല. കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മറ്റുള്ള ആളുകളെ ആക്രമിക്കാത്തവരാണ്, പരസ്പരം സ്നേഹിക്കുന്നവരാണ് മുസ്ലിം എന്ന് പറയുന്നത്. ആദരവാകുന്ന പ്രവാചകൻ പറയുകയുണ്ടായി, അയൽവാസി പട്ടിണി കിടന്നിട്ട് സ്വന്തം വയറ് നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനുയായികൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളെയും കൊല്ലാൻ കഴിയില്ല. ആ പ്രവാചകന്റെ അനുയായികൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളെയും ആക്രമിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും ഒന്നടങ്കം പറയണെന്താ, ജമ്മു കാശ്മീരിൽ ആരാണോ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തത്, അതിൽ പങ്കെടുത്തവരാരാ, അത് ആസൂത്രണം നടത്തിയതാരാ, അവർക്കെതിരെ ശക്തമായ പോരാട്ടം നമ്മള് കൊടുക്കണമെന്ന് പറയുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹു നമ്മുടെ രാജ്യത്തെ കാത്തിരിക്കുമാറാവട്ടെ. നമുക്ക് ഏറ്റ ആ ഒരു മുറിവിന് പകരമായി അർഹമാകുന്ന ശിക്ഷ തിരിച്ചു കൊടുക്കാൻ അത് നമുക്ക് ഏവർക്കും നസീബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്തെ സർവ്വ ആളുകളെയും ഭീകരാക്രമങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ആ മരണപ്പെട്ടുപോയ കുടുംബാദികൾക്ക് അള്ളാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയാ, കള്ളു കുടിക്കുന്നവൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കില്ല. പെണ്ണു പിടിക്കുന്നവൻ ഈമാനോടെ മരിക്കില്ല. കഞ്ചാവ് അടിക്കുന്നവൻ ഈമാനോടെ മരിക്കില്ല. റസൂലുള്ള പറയാ, 4 ഗുണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗുണങ്ങൾ? 4 ഗുണങ്ങൾ. ഈ 4 ഗുണങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് വിട പറയാൻ കഴിയണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ പെയ്യുന്നുണ്ട്. മഴ വന്നാല് എന്ത് ചെയ്യണ്ടേ? മഴ പെയ്ത എല്ലാവരും ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ്, മഴ പെയ്യാതിരിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇലാ ഹളറത്തി സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇലാ ഹളറത്തി ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹുവേ ഖൈറായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനി മഴ വന്നാല് അകന്നിരിച്ച് ഇൻഷാ അല്ലാഹ് അല്ലെ, മഴ പെയ്യാനെ ആരെങ്കിലും ആഗ്രഹിക്കുക? ഇല്ല. ഇൻഷാ അല്ലാഹ് ഓടുന്നിടത്തോളം ഓടട്ടെ ഇൻഷാ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്ന, ഇനിയിപ്പോ മഴ പെയ്താൽ നാളെ ഇനി അടിച്ചിറക്കുക ഉസ്താദിന്റെ ദുആ ഏറ്റില്ല അങ്ങനെയല്ല കേട്ടോ പറയണം. ഇൻഷാ അല്ലാഹ് പെയ്യാനുള്ള മഴയാണ് പെയ്യും, പെയ്യത്തില്ല ഇൻഷാ അല്ലാഹ് പെയ്യൂല. അല്ലാഹു ഖൈറായ കാലാവസ്ഥ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്ന 4 കാര്യങ്ങളില് ആദ്യത്തെ വിഭാഗം ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 4 വിഭാഗങ്ങളിലോ ആദ്യത്തെ വിഭാഗം ഏതാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, ആരാണോ ഖുർആനിനെ ആദരിക്കുന്നവരാരാ, ആരാണോ ഖുർആനിനെ ബഹുമാനിക്കുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ
ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, ഈ മോശമാകുന്ന കാലാവസ്ഥയിൽ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഖുർആനോദാതെ ജീവിതം എന്റെ പ്രിയമുള്ളവരെ മാറ്റാൻ പാടില്ല, മാറ്റാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരാ, അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാരോ അവരെന്റെ പ്രിയമുള്ളവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് റസൂലുള്ള പറയുമ്പോ, എന്റെ പ്രിയമുള്ള വാപ്പാ, ഉസ്താദേ ബിസിനസ്സിൽ ലാഭമില്ലല്ലോ, ഉസ്താദേ കച്ചവടത്തിൽ ബറക്കത്തില്ലല്ലോ, ഉസ്താദേ കല്യാണം കഴിഞ്ഞ മക്കളില്ലല്ലോ, ഉസ്താദേ മനസ്സിന് ടെൻഷനാണല്ലോ എന്ന് പറയുന്നവരോട് പറയുകയാ, പാടില്ല, പാടില്ല. ഈ കാണുന്ന പള്ളിയിലേക്ക് കടന്നു ചെല്ലുക, അവിടെ യഥാ വുളുവെടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഖുർആനും എടുക്കുക, പടച്ചവനെ ഖിറാഅത്ത് ചെയ്യുക. അതോതിയതിനു ശേഷമുണ്ടല്ലോ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയേണ്ടതാ. അല്ലാ സഹായിക്കണേ അല്ലാ. അതുകൊണ്ടാണ് പറയുന്നത്, ഖുർആനോദി ദുആ ചെയ്യുന്നവരാരാ അവർക്ക് ഇൻഷാ അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ. ഒരു ചരിത്രം ഞാൻ പറയുകയാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഇവിടെ ഇരിക്കുന്ന ഖതീബ് ഉസ്താദ് ഖുതുബയുടെ അവസാനത്തിലോ 4 ഖലീഫമാരുടെ പേര് പറയുമല്ലോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങൾ ആരെന്നറിയോ? ഉസ്മാൻ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയാകുകയാ. ഉസ്മാൻ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയാകുകയോ? ഉസ്മാൻ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാ ശത്രുക്കൾ എന്നെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഊരിപ്പിടിച്ച കടാര എടുക്കുകയാ. ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് ശത്രുക്കൾ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ വീടിന്റെ വാതിലതാ അടച്ചിടുകയാ. പടച്ചവനെ കരയുകയാ, പടച്ചവനെ ദുആ ചെയ്യുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ ദുആ ചെയ്യുമ്പോ പടച്ചവനെ കരയുമ്പോ ഉസ്മാൻ തങ്ങൾ കരഞ്ഞില്ല, ഉസ്മാൻ തങ്ങൾ പതറിയില്ല. ഉസ്മാൻ തങ്ങളതാ സുന്നത്ത് നോമ്പെടുക്കുകയാ. പടച്ചവനെ മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. 2ാമത്തെ ദിവസം അതാ കടന്നു വരികയാ. പടച്ചവനെ നോമ്പെടുക്കുകയാ. നോമ്പ് തുറക്കാ ദാരിദ്ര്യമാ. 3ാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ നോമ്പെടുക്കുകയോ. പടച്ചവനെ മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ വിറങ്ങലിക്കുന്നില്ല. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുമ്പോ പടച്ചവനെ പറയുമ്പോ ഉസ്മാൻ തങ്ങൾ പതറിയില്ല. ഉസ്മാൻ തങ്ങളതാ ഖുർആൻ ഇങ്ങനെ എടുക്കുകയാ, ഖുർആൻ ഇങ്ങനെ ഓതുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതി ദുആ ചെയ്യുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുമ്പോ ശത്രുക്കൾ ഇങ്ങനെ കേൾക്കുകയാ. അവരിങ്ങനെ പരസ്പരം പറയുകയാ, ഉസ്മാന് പേടിയില്ല, ഉസ്മാന് ഭയമില്ല, ഉസ്മാന് വിറങ്ങലിക്കുന്നില്ല, ഉസ്മാനെ കൊല്ലണമല്ലോ. ഊരിപ്പിടിച്ച കടാര എടുക്കുകയാ. വീടിന്റെ വാതിൽ പൊളിക്കുകയാ. വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. വീടിന്റെ അകത്തേക്ക് പടച്ചവനെ കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാ. ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഊരിപ്പിടിച്ച കടാര എടുത്തുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ശത്രുക്കളുടെ കടാരയിൽ പിടിക്കുകയാ. കരഞ്ഞുകൊണ്ട് പറയുകയാ, കൊല്ലല്ലേ, ആക്രമിക്കല്ലേ, ഭർത്താവാടേ, ഖലീഫയാടേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ കരയുമ്പോ പടച്ചവനെ ശത്രുക്കളുണ്ടല്ലോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ കൈകളുണ്ടല്ലോ അറുത്തു കളയുകയാ. ഉസ്മാൻ തങ്ങൾ അറിയുന്നില്ല
ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് ശത്രുക്കളതാ കടന്നു വരികയോ, സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വെട്ടുകയോ, ഉസ്മാൻ തങ്ങളുടെ പെരടിയിലേക്ക് വെട്ടുകയോ, ഉസ്മാൻ തങ്ങളോ കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയോ. ഇസ്ലാമിന്റെ ധീര പോരാളിയാണല്ലോ, താഴത്തേക്ക് വീഴുകയോ. ഉസ്മാൻ തങ്ങൾ കരഞ്ഞില്ലോ, ഉസ്മാൻ തങ്ങൾ വിറച്ചില്ലോ, ഉസ്മാൻ തങ്ങൾ പേടിച്ചില്ലോ. ഉസ്മാൻ തങ്ങൾ കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ പടച്ചവനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങള് ഷഹീദ എന്ന് പറയുമ്പോ എന്ത് കണ്ടാ പെങ്ങള്? ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതി വരാ, അബൂബക്കർ തങ്ങൾ ഖുർആൻ ഓതി വരാ, സൽമാൻ തങ്ങൾ ഖുർആൻ ഓതി വരാ, റസൂലുള്ളാഹി ഖുർആൻ ഓതി വരാ. അത് കണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഖുർആൻ ഓതുന്നവരാരാ? അതിനെ ആദരിക്കുന്നവരാരാ? അതിനെ ബഹുമാനിക്കുന്നവരാരാ? ഇൻഷാ അല്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന ആദ്യത്തെ വിഭാഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം